السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് വീഡിയോ കാണുക. അത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ സഹായിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹിന്റെ ഒന്നാമത്തെ ആയത്ത് കൊണ്ട് ഒരു അമല് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ അറിയിക്കുകയുണ്ടായി. അതനുസരിച്ച് ഒരുപാട് ആളുകൾ അമല് ചെയ്തു. ഇൻഷാ അള്ളാഹ് ഒരുപാട് ആളുകൾക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്തു, പരിഹാരം ലഭിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വതആല ഷിഫായിന്റെ ഈ മജ്ലിസിൽ നിന്ന് പറയുന്ന എല്ലാ അമലുകൊണ്ടും നമുക്ക് അള്ളാഹു വളരെ പെട്ടെന്ന് പരിഹാരങ്ങൾ നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് നമ്മൾ സൂറത്തുൽ ഫത്ഹിന്റെ ഒരുപാട് വീഡിയോകളിലും അതുപോലെ തന്നെ ഒരുപാട് ഉലമാക്കളിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിച്ചു. സൂറത്തുൽ ഫത്ഹിന്റെ ഒരുപാട് മഹത്വങ്ങൾ ഒരുപാട് നമ്മൾ അറിഞ്ഞവരും അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ്. ഈ പറയുന്ന രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് 3 ദിവസം നമ്മൾ സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്താൽ പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വിജയം എന്നാണ്. നമ്മൾ ഈ രൂപത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് 3 ദിവസം നമ്മൾ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല കുടുങ്ങിക്കിടക്കുന്ന എന്ത് പ്രശ്നങ്ങളിലാണെങ്കിലും അല്ലാഹു നമുക്ക് വിജയം നൽകും. അതുപോലെ തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഉദ്ദേശങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകാനും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാനും പരിശുദ്ധമായ ഈ സൂറത്തുൽ ഫത്ഹ് നമ്മെ സഹായിക്കുന്നു. നമ്മൾ ഈ മജ്ലിസിൽ വെച്ചുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്ന അമല് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ ഫത്ഹ് ഒരു ദിവസം നമ്മൾ 7 തവണ നമ്മൾ പാരായണം ചെയ്യണം. ഒരു ദിവസം നമ്മൾ 7 തവണ പാരായണം ചെയ്യണം. ഒരു ദിവസം 7 തവണ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് നമുക്ക് 21 തവണ നമുക്ക് ഈ ഖുർആൻ ഈ സൂറത്തുൽ ഫത്ഹ് നമുക്ക് പാരായണം ചെയ്യാൻ സാധിക്കും. ഈ സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ പല ആളുകളും സൂറത്തുൽ ഫത്ഹ് ഓതുന്നവരാണ്. പലപ്പോഴും നമുക്കതിന്റെ ഫലം ലഭിക്കാതെ പോകുന്നത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരു അമല് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മജ്ലിസിൽ നിന്ന് നമ്മൾ പറയുന്ന എല്ലാ അമലുകളും അള്ളാഹുവിലേക്കുള്ള ഇബാദത്താണ്. ഇബാദത്തുകൾക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ അമലുകൾ, നമ്മൾ ഓതുന്ന ഈ സൂറത്തുൽ ഫത്ഹ്, ഇത് നമ്മൾ ഓതേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം. നമ്മൾ ദുനിയവിയായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ഈ സൂറത്തുൽ ഫത്ഹ് ഓതാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി ഖിബിലയിലേക്ക് തിരിഞ്ഞ് വുളൂഓടുകൂടി ഒരു ഇബാദത്തിന് നൽകുന്ന സകല മഹത്വങ്ങളും നൽകിക്കൊണ്ടായിരിക്കണം നമ്മൾ ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യേണ്ടത്. ഇങ്ങനെ ഈ സൂറത്തുൽ ഫത്ഹ് ഇഖ്ലാസോടുകൂടി ഒരു നിയ്യത്ത് വെച്ച് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഈ ഇബാദത്ത് നമ്മൾ ചെയ്തതിന്റെ ശേഷം നമ്മുടെ മനസ്സിലുള്ള ഈ മുറാദ് നമ്മൾ ആ നിയ്യത്ത് വെച്ചുകൊണ്ട് ഓതിയ അതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഇങ്ങനെയാണ് സൂറത്തുൽ ഫത്ഹ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഈ പാരായണം ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ, ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഇത് കണ്ടതാണല്ലോ, ആ രൂപത്തിൽ ഇതിനൊരു ഫലം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, ഈ രൂപത്തിൽ നമ്മൾ സംശയത്തോട് കൂടിയിട്ട് വിശ്വാസമില്ലാതെ നമുക്കൊരു യഖീനില്ലാതെ ഒരു തഖ്വയില്ലാതെ നമ്മൾ ഒരിക്കലും ഈ സൂറത്ത് പാരായണം ചെയ്യാൻ പാടില്ല. നമ്മുടെ ഉദ്ദേശം ഒരിക്കലും സഫലമാവുകയുമില്ല. വിശ്വാസത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരു മനസ്സിൽ ഒരു മുറാദ് കൊണ്ടുവന്ന് ഈ അമല് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് പരിപൂർണമായിട്ടും നമുക്കതിന് ഉത്തരം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ ഓതുന്ന സമയത്ത് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട്
ആരും അധികം ശബ്ദങ്ങളും ബഹളങ്ങളും ഒന്നും ഇല്ലാതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തിരുന്നു കൊണ്ട് ദുനിയാവിന്റെ അധികം പ്രയാസങ്ങളിൽ പെടാതെ, ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ പെടാതെ ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമ്മൾ ഇത് ഓതുന്ന സമയത്ത് ഇഖ്ലാസ് കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്നു കൊണ്ടോ ശബ്ദങ്ങളും കോലാഹലങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽബിൽ, നമ്മുടെ മനസ്സിൽ ഒരു ഇഖ്ലാസ് നമുക്ക് അറിയാതെ തന്നെ അള്ളാഹു നമ്മുടെ കൽബിൽ ഇട്ടുതരും. ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.